Hi dears, welcome to a dream exam oriented class of business law. We know that for an organized society, it is necessary to control activities of civilians. നമ്മൾക്ക് ഒരു വീടാണെങ്കിലും അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ആണെങ്കിലും ഏതൊരു പ്രദേശമാണെങ്കിലും അവിടെ ചിട്ടയായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ആവശ്യമായി വരും, അല്ലെങ്കിൽ ഒരുപാട് റൂൾസ് ആവശ്യമായി വരും. അപ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിൽ നമ്മൾക്കറിയാം, ഹ്യൂമൻ ബീയിങ്സ് ആർ സോഷ്യൽ അനിമൽസ്. അവരെപ്പോഴും സമൂഹമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് സാധാരണ മനുഷ്യന്മാർ. അപ്പം അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് അവിടെ ചിട്ടയായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിനറി മോഡലിൽ നമ്മുടെ സൊസൈറ്റി മാറണമെങ്കിൽ അവിടെ എന്തായാലും ഒരുപാട് നിയന്ത്രണങ്ങൾ ആവശ്യമായി വരും. കുറേ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയേണ്ടി വരും, കുറേ കാര്യങ്ങൾ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നൽകുന്ന ഇൻസ്ട്രക്ഷൻസ്, ഇപ്പോൾ നമ്മുടെ വീടുകളിലാണെങ്കിലും ചിലപ്പോൾ നിയമങ്ങൾ ഉണ്ടായിരിക്കും. ഒരുപാട് ചിട്ടയോടുകൂടിയുള്ള ഫാമിലി ആണെങ്കിൽ രാവിലെ 8 മണിക്ക് മുൻപേ എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡി ആവണം, രാത്രി 11 മണിക്ക് മുന്നേ വീട്ടിൽ എത്തിച്ചേരണം, അങ്ങനെ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ചിട്ടയായ പ്രവർത്തനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവിടെ ഒരുപാട് നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും അതിലുള്ള ആളുകൾ ഫോളോ ചെയ്യേണ്ടതായി വരും. അപ്പോൾ നമ്മുടെ നാടുകളിലും നമ്മൾ മനുഷ്യന്മാർ താമസിക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും ഒരുപാട് നിയന്ത്രണങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പെരുമാറണം, നമ്മുടെ ബിഹേവിയർ, നമ്മൾക്ക് എല്ലാവരും പറയും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. എങ്ങനെയാണെങ്കിലും നമ്മുടെ സ്വാതന്ത്ര്യം എങ്ങനെയാണ് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലാവാൻ പാടില്ല. അപ്പോൾ ഒരു ചിട്ടയോടുകൂടി പ്രവർത്തിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിൽ എന്തായാലും ഒരുപാട് നിയമങ്ങളുടെ സാന്നിധ്യമുണ്ടാവും. അപ്പോൾ എന്താണ് ബിസിനസ് ലോ? അപ്പോൾ ലോ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ജനറൽ കൺസെപ്റ്റാണ് നമ്മൾ പറഞ്ഞത്. ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു ഫോളോ. നമ്മൾ പാലിക്കേണ്ട ഒരുപാട് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഒരു കൂട്ടം നിയമാവലികൾ, അതിനെയാണ് നമ്മൾ പൊതുവേ ലോ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു സ്ഥലത്ത്, അത് ഒരു സംസ്ഥാനമായിക്കോട്ടെ, ഒരു രാജ്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ചെറിയ പഞ്ചായത്ത് ആയിക്കോട്ടെ, ഏതായാലും ഒരു സമൂഹത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന നിയമങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സുപ്രീം അതോറിറ്റി പറയുന്നതായിരിക്കും. ആരാണോ നമ്മുടെ പരമാധികാരി, നമ്മളെ ഭരിക്കുന്ന ആളുകൾ ആരാണോ അവർ പറയുന്നതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന നിയമം. അപ്പോൾ സാധാരണയായി ഒരു പ്രദേശത്ത് 2 സോഴ്സുകളിൽ നിന്നാണ് ലോ ക്രിയേറ്റ് ചെയ്യപ്പെടാറുള്ളത്. ഒന്ന് പാർലമെൻറ്റ്, പിന്നെ ഒന്ന് കോർട്ട്. അപ്പം നമ്മുടെ നാട്ടിൽ രൂപീകരിക്കപ്പെടുന്ന നിയമം, ഇന്ത്യയിലെ നിയമം എന്ന് പറയുന്നത് 2 സോഴ്സുകളിൽ നിന്നാണ് ഫോം ചെയ്യപ്പെടാറുള്ളത്. ഒന്ന് പാർലമെൻറ്റ്, അതായത് ബൈ ദ വേ ഓഫ് ലെജിസ്ലേഷൻ. നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സ്, നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളാണ് നമ്മളെ ഭരിക്കുന്നത്. അപ്പോൾ അവരുടെ സഭ, ആ സഭകളിൽ നിന്ന് നിയമം രൂപീകരിക്കപ്പെടാം. അതല്ലെങ്കിൽ രണ്ടാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് കോർട്ടാണ്. നമ്മുടെ ജസ്റ്റിസിൻ്റെ അവസാന വാക്കാണ് കോടതി. അപ്പോൾ കോടതികളിൽ നിന്ന് ഒരുപാട് കേസുകളെ അടിസ്ഥാനമാക്കി, കോടതിക്ക് മുന്നിൽ കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരുപാട് കേസുകളെ അടിസ്ഥാനമാക്കിയും നമ്മൾ നിയമങ്ങൾ രൂപീകരിക്കാറുണ്ട്. അപ്പോൾ ലെജിസ്ലേഷൻ വഴിയാവാം, അല്ലെങ്കിൽ കേസുകളെ അടിസ്ഥാനമാക്കി കോടതികളിൽ നിന്നും പുതിയ പുതിയ നിയമങ്ങൾ രൂപീകരിക്കപ്പെടാം. അപ്പോൾ എന്താണ് നിയമം? നമ്മൾ സാധാരണ ഇപ്പോൾ ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയാം, കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയാം, അല്ലെങ്കിൽ റൂൾസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓർഡിനൻസുകളായിട്ട് വരുന്ന നിയമങ്ങൾ, അങ്ങനെ ഒരുപാട് രൂപത്തിലുള്ള നിയമാവലികളുണ്ട്. അപ്പോൾ എന്താണ് നിയമം? അതിനെക്കുറിച്ച് ഒരുപാട് ഓതേഴ്സ് ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിസിനസ് ലോ എന്താണ് എന്നുള്ള വിഷയത്തിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരണം. നമ്മൾക്ക് പഠിക്കാനുള്ളത് എന്താണ്? ബിസിനസ് ലോ, ദ ലോ റിലേറ്റിംഗ് ടു ബിസിനസ്. ബിസിനസ് എന്താണെന്ന് നമ്മൾക്കറിയാം, ഒരുപാട് കാലമായി പഠിക്കുന്നതാണ്. ട്രേഡും കൊമേഴ്സും ഒക്കെ റിലേറ്റഡ് ആയ ഒരു ആക്ടിവിറ്റിയാണ് ബിസിനസ്.
അപ്പോൾ ആ ബിസിനസ്സിനെ സംബന്ധിക്കുന്ന നിയമങ്ങളാണ് ബിസിനസ് ലോസിൽ വരുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾക്ക് എന്തറിയണം, എന്താണ് നിയമം എന്നറിയണം. ഇൻ ദ വേർഡ്സ് ഓഫ് ബ്ലാക്ക്സ്റ്റൺ, ലോ ഈസ് എ റൂൾ ഓഫ് സിവിൽ കണ്ടക്ട് prescribed by the supreme power of a state, commanding what is right and prohibiting what is wrong. അപ്പോൾ ബ്ലാക്ക്സ്റ്റൺ എന്ന് പറയുന്ന ഓതറുടെ അഭിപ്രായത്തിൽ നിയമം എന്ന് പറയുന്നത് ലോ ഈസ് എ റൂൾ ഓഫ് സിവിൽ കണ്ടക്ട്. നമ്മുടെ നാട്ടിലുള്ള പൗരന്മാർ അവർ ഏത് രീതിയിൽ പെരുമാറണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു നിയമം അല്ലെങ്കിൽ ഒരു റൂളാണ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ലോ എന്ന് പറയുന്നത് നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കാം, നമ്മൾ ഏത് രീതിയിൽ ബിഹേവ് ചെയ്യണം, നമ്മുടെ നാട്ടിലുള്ളവർ എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ കുറിച്ചെല്ലാം പറയുന്ന നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ ഒരു ചട്ടക്കൂട്, ഫ്രെയിംവർക്ക് ഓഫ് ലീഗൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ ആ നിയമത്തിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്, ആരാണ് ഈ നിയമം കൊണ്ടുവരുന്നത്, പ്രിസ്ക്രൈബ്ഡ് ബൈ ദ സുപ്രീം പവർ ഓഫ് എ സ്റ്റേറ്റ്. ഒരു പ്രദേശത്തിൻ്റെ, ഒരു സ്ഥലത്തെ പരമാധികാരി ആരാണോ സുപ്രീം പവർ, ആ പരമാധികാരിയാണ് ഈ ലോ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. എന്തായിരിക്കണം ലോ, എങ്ങനെയാവണം ലോ എന്നുള്ളത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആ പ്രദേശത്തെ പരമാധികാരിയായിരിക്കും. അതിലവരെന്താ പറയുന്നത്, കമാൻഡിങ്. വെറുതെ നമ്മളോട് അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുമെന്നല്ല, കമാൻഡിങ്, അവർ ആജ്ഞാപിക്കുകയാണ് ചെയ്യുന്നത്. വാട്ട് ഈസ് റൈറ്റ്, എന്താണ് ശരി അല്ലെങ്കിൽ എങ്ങനെയാണ് കറക്റ്റ് രീതി എന്നുള്ളതിനെ കുറിച്ച് അവർ ആജ്ഞാപിക്കുന്നു. ഇതാണ് ശരി, ഇങ്ങനെ ചെയ്യണം എന്ന് നമ്മുടെ സുപ്രീം പവർ പറയുകയാണ്. അതുപോലെ തന്നെ പ്രൊഹിബിറ്റിംഗ്, തടയുന്നു. വാട്ട് ഈസ് റോങ്, തെറ്റ് ചെയ്യുന്നതിൽ നിന്ന്. എന്താണ് തെറ്റ്, എന്ത് ചെയ്താലാണ് അത് തെറ്റാവുന്നത് അല്ലെങ്കിൽ കുറ്റമാവുന്നത് എന്നും അതിനെ തടയുന്നു. തെറ്റായ കാര്യങ്ങളെ തടയുകയും കറക്റ്റായ കാര്യം എന്താണോ അതിനെ കമാൻഡ് ചെയ്യുന്നു. വാട്ട് ഈസ് റൈറ്റ്, എന്ത് നമ്മൾ ശരിയായി ചെയ്യണം എന്നുള്ളത് കമാൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു കൂട്ടം, എ സെറ്റ് ഓഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു നിയമമല്ല, ഒരു കൂട്ടം നിയമങ്ങൾ. അതാണ് എന്തിലുണ്ടാവുക, ലോ എന്ന് പറയുന്ന ആ നിയമസംഹിത, ആ ലീഗൽ ഫ്രെയിംവർക്കിൽ വരുന്നത് ഈ ഒരു കൂട്ടം നിയന്ത്രണങ്ങളാണ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് റൂൾസ് ആണ് എന്നാണ് ബ്ലാക്ക്സ്റ്റന്റെ അഭിപ്രായത്തിൽ നിയമം. അപ്പോൾ എന്താണ് ലോ, വാട്ട് ഈസ് ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക്സ്റ്റന്റെ അഭിപ്രായത്തിൽ ലോ ഈസ് എ റൂൾ ഓഫ് സിവിൽ കണ്ടക്ട് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ സുപ്രീം പവർ ഓഫ് എ സ്റ്റേറ്റ്, കമാൻഡിങ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് പ്രൊഹിബിറ്റിംഗ് വാട്ട് ഈസ് റോങ്. അതേപോലെ തന്നെ നമ്മുടെ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ആ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 13 ക്ലോസ് 3 പറഞ്ഞിട്ടുണ്ട് എന്താണ് നിയമം. അതിൽ പറഞ്ഞിട്ടുള്ളത് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനൻസ് ആവാം, റൂൾ ആവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ലീഗൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആവാം, അതുമല്ലെങ്കിൽ ഇവയുടെ ഭേദഗതികളാവാം, ഇൻക്ലൂഡിങ് അമെൻമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഒരിക്കൽ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അതിൽ കുറച്ച് മാറ്റം വരുത്തണം എന്ന് നമ്മൾക്ക് തോന്നിയാൽ നമ്മുടെ അതോറിറ്റി എന്ത് ചെയ്യും, അതിൽ ഭേദഗതികൾ വരുത്തും. ആ അമെൻമെൻറ്റിനെയും നമ്മൾ എന്താണ് പറയുന്നത്, ലോ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ലോ എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ നോക്കിയത്. ഇനി മൊത്തം ചാപ്റ്റേഴ്സ് അല്ല നമ്മൾ എടുക്കുന്നത്, ബിസിനസ് ലോവിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേരെന്താണ്, ബിസിനസ് ലോ ആണ്. അപ്പോൾ നിയമം എന്താണ് എന്ന് നമ്മൾ നോക്കി, ലോ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ എന്തായിരിക്കും ബിസിനസ് ലോ? ദ ലോ റിലേറ്റിംഗ് ടു ബിസിനസ്. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രധാനമായും വരുന്നത് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആണ്. അപ്പോൾ ഈ ട്രേഡിനെയും നമ്മുടെ നാട്ടിലുള്ള വ്യാപാര പ്രവർത്തനങ്ങളെയും വാണിജ്യ കാര്യങ്ങളെയും എല്ലാം നിയന്ത്രിക്കുന്ന ഒരുപാട് നിയമങ്ങളുണ്ട്.
ഇപ്പോൾ വിൽപ്പനയെക്കുറിച്ചാണെങ്കിൽ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറയുന്ന വിൽപ്പന നിയന്ത്രണ നിയമമുണ്ട്. ഉപഭോക്താക്കളെ സംരക്ഷിക്കാനാണെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന നിയമമുണ്ട്. ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആളുകളെ നിയന്ത്രിക്കാൻ ഫാക്ടറീസ് ആക്ട്, അതിൻ്റെ പ്രൊവിഷൻസ് ഉണ്ട്. അതുപോലെ സെക്യൂരിറ്റീസിൻ്റെ എക്സ്ചേഞ്ചിനെ നിയന്ത്രിക്കാൻ സെബി എന്ന് പറയുന്ന ബോർഡുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മുടെ ബിസിനസ്സുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഓരോ കാര്യങ്ങളെയും നിയന്ത്രിക്കാൻ പ്രത്യേകം നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ ലൈസൻസിങ് സിസ്റ്റം, ചില ബിസിനസ്സുകൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ ലൈസൻസ് ആവശ്യമായി വരും. അപ്പോൾ അതെല്ലാം പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എവിടെയാണ്? ബിസിനസ് ലോവിലാണ്, ബിസിനസ്സിനെ റിലേറ്റ് ചെയ്യുന്ന നിയമങ്ങളിലാണ്. അപ്പോൾ ഈ ബിസിനസ് ലോവിനെ നമ്മൾ മെർക്കൻറ്റൈൽ ലോ എന്നുള്ള പേരിലും പറയാറുണ്ട്. ബിസിനസ് ലോ അല്ലെങ്കിൽ മെർക്കൻറ്റൈൽ ലോ. ഇറ്റ്സ് റിലേറ്റ് ടു ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ഓർ കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസ്. ബിസിനസ് ലോയിൽ നമ്മൾ പ്രധാനമായി പഠിക്കുന്ന ഒരു നിയമമാണ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, 1872 ഇന്ത്യൻ കരാർ നിയമം. ആ പേരിൽ തന്നെയുണ്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ദ ആക്ട് റിലേറ്റിംഗ് ടു ഫോർമേഷൻ ആൻഡ് എക്സിക്യൂഷൻ ഓഫ് കോൺട്രാക്ട്സ്. ഇന്ത്യയിൽ ഏത് രീതിയിൽ എങ്ങനെയാണ് കരാറുകൾ രൂപീകരിക്കപ്പെടുന്നത്, അവയുടെ നിർവഹണം എങ്ങനെയാണ് നടത്തപ്പെടുന്നത്, എപ്പോഴാണ് കരാറുകൾ നിയമവിരുദ്ധമാകുന്നത്, ഏത് തരം തീരുമാനങ്ങളെയാണ് നമ്മൾ കരാറുകൾ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അങ്ങനെ കോൺട്രാക്റ്റിനെ റിലേറ്റ് ചെയ്തു വരുന്ന എല്ലാ നിയമങ്ങളും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്ന എല്ലാ കാര്യങ്ങളുമുള്ള നിയമമാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. നമ്മൾക്ക് ബിസിനസ് ലോവിൻ്റെ മേജർ പോർഷനും കവർ ചെയ്യുന്ന ഒരു നിയമമാണ് കോൺട്രാക്ട് ആക്ട്. പ്രധാനപ്പെട്ട ഒരു കരാർ നിയമം, സ്പെഷ്യൽ കരാർ നിയമങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ബിസിനസ് ലോയിൽ പഠിക്കുന്നത്. സാധാരണ കരാറുകളുമുണ്ട്, സ്പെഷ്യൽ സ്വഭാവമുള്ള കരാറുകളുമുണ്ട്. അപ്പോൾ അവയെക്കുറിച്ച് വിശദമായി പഠിക്കുകയാണ് ബിസിനസ് ലോയിൽ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്? ദിസ് ആക്ട് came into existence on 1st September 1872 and applicable to whole of India except Jammu and Kashmir. അപ്പോൾ 1872 സെപ്റ്റംബർ 1 മുതലാണ് ഇന്ത്യൻ കരാർ നിയമം ഇന്ത്യയിൽ അപ്ലിക്കബിൾ ആവാൻ തുടങ്ങിയത്. ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് ബാധകമായിട്ടുള്ളത് എവിടെയാണ്? ഹോൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ മൊത്തം, ഇന്ത്യയുടെ ഏത് പ്രദേശത്ത് വെച്ച് രണ്ട് വ്യക്തികൾ കരാറിൽ ഏർപ്പെടുകയാണെങ്കിലും ഈ ഇന്ത്യൻ കരാർ നിയമം പാലിക്കണം. എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ. നമ്മൾക്കറിയാം എല്ലായ്പ്പോഴും ജമ്മു കാശ്മീർ നമ്മൾ സാധാരണ നിയമങ്ങളിൽ നിന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ജുറിസ്ഡിക്ഷൻ പറയുന്ന സമയത്ത് എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയാറുണ്ട്. കാരണം ഓരോ നിയമങ്ങളും നടപ്പാക്കുമ്പോൾ അവിടെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ കേന്ദ്രത്തിൻ്റെതായ ചില നിയന്ത്രണങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ നിയമത്തിന് പുറമെ ആ കാര്യങ്ങൾ കൂടി അവിടെയുള്ള ആ പ്രത്യേക സമയത്തെ നിയമങ്ങൾ എന്താണോ അതിനനുസരിച്ച് മാത്രമേ അവിടെ ബാക്കിയുള്ള നിയമങ്ങൾ അപ്ലൈ ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ 1872 സെപ്റ്റംബർ 1 നിലവിൽ വന്ന ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന് 2 ഭാഗങ്ങളുണ്ട്. ഈ മൊത്തം നിയമത്തിനെ, അപ്പോൾ നമ്മൾ ഒരു നിയമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത്രയും വരുന്ന ബുക്ക് ഉണ്ടായിരിക്കും, ഒരുപാട് പേജുകളുള്ള ഒരു ബണ്ടിൽ ഓഫ് പേജസ് ആയിരിക്കും ഒരു നിയമം. ഒരു നിയമത്തിൽ കുറേ ഭാഗങ്ങളുണ്ട്. നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കും. ആമുഖം എന്ന് പറയുന്ന ഒരു പ്രിയാമ്പിൾ ഉണ്ട്, പിന്നെ അതിലെ ഓരോ സെക്ഷനുകൾ ഉണ്ടായിരിക്കും, വകുപ്പുകളും ഉപവകുപ്പുകളും ഒക്കെ ആയിട്ടാണ് കാര്യങ്ങൾ എഴുതുക. അപ്പോൾ സെക്ഷൻ ഉണ്ടാവും, സബ് സെക്ഷൻ ഉണ്ടാവും, ക്ലോസ് ഉണ്ടാവും, സബ് ക്ലോസ് ഉണ്ടാവും, ഷെഡ്യൂളുകൾ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ ഉള്ളതാണ് ഒരു നിയമം. അപ്പോൾ ഇന്ത്യൻ കരാർ നിയമത്തിൽ മെയിനായിട്ട് 2 ഭാഗങ്ങളായിട്ട് അതിൻ്റെ കണ്ടന്റിനെ വിഭജിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കരാർ നിയമത്തിൽ 2 ഭാഗമുണ്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സെക്ഷൻ 1 മുതൽ
സെക്ഷൻ 75 വരെയുള്ളതാണ്. ഒന്നാമത്തെ സെക്ഷൻ മുതൽ 75ാമത്തെ സെക്ഷൻ വരെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഫസ്റ്റ് പാർട്ട്. അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോ ഓഫ് കോൺട്രാക്ട്, പൊതുവായ തത്വങ്ങൾ, കരാർ നിയമങ്ങളെ ബാധിക്കുന്ന പൊതു തത്വങ്ങൾ. ഏതൊരു കരാറാണെങ്കിലും അതിന് ബാധകമായ ചില പൊതു നിയമങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് ഫസ്റ്റ് പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് സെക്ഷൻ 124 മുതൽ സെക്ഷൻ 238 വരെയുള്ള ഭാഗങ്ങളാണ്. അത് ഏതുമായി റിലേറ്റഡ് ആണ്? സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺട്രാക്ട്. ചില കരാറുകളുണ്ട്, പ്രത്യേക സ്വഭാവമുള്ള കരാറുകൾ. അവയുമായി റിലേറ്റ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ ഭാഗം. അതായത് സെക്ഷൻ 124 മുതൽ സെക്ഷൻ 238 വരെ. ഈ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സാധാരണയായി വരുന്നത് കോൺട്രാക്ട് ഓഫ് പ്ലഡ്ജ്, കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ്, കോൺട്രാക്ട് ഓഫ് ഏജൻസി, കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി, അങ്ങനെ പറയുന്ന ചില പ്രത്യേക സ്വഭാവമുള്ള കരാറുകളുണ്ട്. അവയെക്കുറിച്ചാണ് രണ്ടാമത്തെ ഭാഗത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന് 2 പാർട്ടുകളുണ്ട്. അപ്പോൾ എന്താണ് കോൺട്രാക്ട്? ഇന്ത്യയിലെ കരാറുകളെ കുറിച്ചുള്ള നിയമമാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് പഠിക്കണം? വാട്ട് ഡു യു മീൻ ബൈ കോൺട്രാക്ട്? എന്താണ് ഒരു കരാർ? ഇൻ ദ വേർഡ്സ് ഓഫ് ഹാൽസ്ബറി, the contract means an agreement between 2 or more persons which is intended to be enforceable at law and is constituted by the acceptance by one party of an offer made to him by the other party to do or abstain from doing some act. അപ്പോൾ എന്താണ് ഒരു കരാർ എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് ഓതേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഉണ്ട്. ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. അതിൽ കോമൺ ആയി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് ഹാൽസ്ബറിയുടെ ഡെഫിനേഷൻ. അതേപോലെ തന്നെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ തന്നെ എന്താണ് കരാർ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 2 സബ്സെക്ഷൻ Hൽ എന്താണ് കോൺട്രാക്ട് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാൽസ്ബറിയുടെ വാക്കുകളിൽ ഒരു കരാർ എന്ന് പറയുന്നത്, കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ 2 or more പാർട്ടീസ്, 2 അതിലധികമോ ആളുകൾ ചേർന്ന് രൂപീകരിക്കുന്ന ഒരു എഗ്രിമെൻ്റാണ്, ഒരു തീരുമാനമാണ് കരാർ. അപ്പോൾ 2 അതിലധികമോ വ്യക്തികൾ ചേർന്ന് രൂപീകരിക്കുന്ന ഒരു പ്രത്യേക തരം തീരുമാനം, അവർ അങ്ങനെ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നു. അതിൽ എന്തിനാണ് ഇങ്ങനെ ഈ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? വിച്ച് ഈസ് ഇൻറ്റൻഡഡ് ടു ബി എൻഫോഴ്സിബിൾ അറ്റ് ലോ. ഈ തീരുമാനത്തിന് നിയമത്തിനു മുന്നിൽ വിലയുണ്ടാവണം. അപ്പൊ ഈ 2 അതിലധികമോ വ്യക്തികൾ ചേർന്ന് എടുക്കുന്ന ഈ എഗ്രിമെന്റിന് നിയമത്തിനു മുന്നിൽ വിലയുണ്ടായിരിക്കണം, നിയമസാധുതയുള്ളതായിരിക്കണം തീരുമാനങ്ങൾ. ഇനി അതോടൊപ്പം തന്നെ എന്ത് പറയുന്നു? ആൻഡ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ. ഇനി എങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നത്? ഇത് നിലവിൽ വരണമെങ്കിൽ അവിടെ എന്ത് വേണം? ബൈ ദ ആക്സെപ്റ്റൻസ് ബൈ വൺ പാർട്ടി. ഒരു വ്യക്തി സ്വീകരിക്കണം. ബൈ ദ ആക്സെപ്റ്റൻസ് ബൈ വൺ പാർട്ടി. 2 അതിലധികമോ വ്യക്തികൾ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതിലെ ഒരു പാർട്ടി ആക്സെപ്റ്റ് ചെയ്യണം. എന്താണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്? ആൻ ഓഫർ മെയ്ഡ് ടു ഹിം ബൈ ദ അതർ പാർട്ടി. ഒരു വാഗ്ദാനം, കരാറിലുള്ള മറ്റേ വ്യക്തി, ഇപ്പൊ 2 വ്യക്തികൾ ഉണ്ടെങ്കിൽ ഒരു വ്യക്തി നൽകുന്ന ഒരു വാഗ്ദാനം രണ്ടാമത്തെ വ്യക്തി സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാലേ അവിടെ എന്തുണ്ടാവുന്നുള്ളൂ? ഒരു കോൺട്രാക്റ്റ് രൂപീകരിക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ ഒരു വ്യക്തി വേറൊരു വ്യക്തിക്ക് ഒരു ഓഫർ കൊടുക്കും. ആ ഓഫർ രണ്ടാമത്തെ വ്യക്തി സ്വീകരിക്കണം. എന്തിനു വേണ്ടിയുള്ള ഓഫർ ആയിരിക്കും? ടു ഡു, ഒന്നുകിൽ ഒരു കാര്യം ചെയ്യാൻ, ഓർ
abstain from doing some act. ഒന്നുകിൽ ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടായിരിക്കും ഓഫർ, അതല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് പിന്മാറണം. അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ പിന്മാറണം. അപ്പോൾ ഒരു കാര്യം ചെയ്യാനോ ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് പിന്മാറാനോ വേണ്ടി ഒരു വ്യക്തി വേറൊരു വ്യക്തിക്ക് ഒരു ഓഫർ നൽകുന്നു, ഒരു വാഗ്ദാനം നൽകുന്നു. അപ്പൊ ആ നൽകപ്പെടുന്ന വ്യക്തി, ഒരാൾ മറ്റൊരാൾക്ക് വാഗ്ദാനം കൊടുക്കുകയാണ്. അപ്പൊ ആ രണ്ടാമത്തെ വ്യക്തി എന്ത് ചെയ്യണം? ആ വാഗ്ദാനം സ്വീകരിക്കണം. എന്നിട്ട് അവർ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാണ്. ആ വാഗ്ദാനം നൽകാമെന്നും അത് സ്വീകരിക്കാമെന്നും ഒക്കെയുള്ള ഒരു എഗ്രിമെന്റിൽ എത്തിച്ചേരുന്നു. ആ എഗ്രിമെന്റിന് എന്തുണ്ടായിരിക്കണം? നിയമസാധുത ഉണ്ടായിരിക്കണം, എൻഫോഴ്സിബിൾ അറ്റ് ലോ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു എഗ്രിമെന്റിനെ, രണ്ടോ അതിലധികമോ വ്യക്തികൾ ചേർന്ന് രൂപീകരിക്കുന്ന ഒരു എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ കരാർ എന്ന്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ കോൺട്രാക്റ്റുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് ജനറൽ പ്രിൻസിപ്പിൾസ് ആയാലും വേണ്ടില്ല, സ്പെഷ്യൽ കോൺട്രാക്ട്സിനെ കുറിച്ചായാലും വേണ്ടില്ല, കോൺട്രാക്ട്സിനെ കുറിച്ചിട്ടല്ല എല്ലാ കാര്യങ്ങളും, ഫോർമേഷൻ തുടങ്ങി ഡിസ്ചാർജ് വരെ, ഒരു കരാർ രൂപീകരിക്കുന്നത് മുതൽ അതിൻ്റെ നിർവഹണം നടത്തപ്പെടുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള നിയമങ്ങൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ എന്താണ് കോൺട്രാക്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ കോൺട്രാക്റ്റിൻ്റെ ഒരു ജനറൽ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഹാൽസ്ബറിയുടെ ഡെഫിനേഷൻ. ഇനി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ തന്നെ എന്താണ് കോൺട്രാക്ട് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ H, സെക്ഷൻ വകുപ്പ് 2 ഉപവകുപ്പ് H, നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് എഴുതുന്നു സെക്ഷൻസ് വരുമ്പോൾ. എപ്പോഴും ആദ്യം സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നമ്പർ എഴുതും, ദെൻ അതിൻ്റെ സബ്സെക്ഷൻ എഴുതും, ദെൻ ക്ലോസ് ഉണ്ടെങ്കിൽ അത് എഴുതും, സബ് ക്ലോസ് ഉണ്ടെങ്കിൽ അത് എഴുതും. ആ രീതിയിലാണ് നിയമത്തിൽ നമ്മൾ എഴുതി പോവാറുള്ളത്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 2 സബ്സെക്ഷൻ Hലാണ് എന്താണ് കോൺട്രാക്ട് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് എ കോൺട്രാക്ട്. ഒരൊറ്റ സെന്റൻസേ ഉള്ളൂ. കോൺട്രാക്ട് എന്താണ് എന്നുള്ളത് സെക്ഷൻ 2 സബ്സെക്ഷൻ H അനുസരിച്ച് ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ അറ്റ് ലോ ഈസ് എ കോൺട്രാക്ട്. കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഗ്രിമെന്റ് ആണ്. ആ എഗ്രിമെന്റിന് എന്ത് വേണം? എൻഫോഴ്സിബിൾ ബൈ ലോ, നിയമസാധുത വേണം. അപ്പൊ നിയമസാധുതയുള്ള എഗ്രിമെന്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം നിയമസാധുതയുള്ള എല്ലാ എഗ്രിമെന്റുകളെയും നമ്മൾക്ക് എന്ത് പറയാം? കോൺട്രാക്ട് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമസാധുതയുള്ള തീരുമാനങ്ങളാണ്, എഗ്രിമെന്റുകളാണ്. സോ ഈ ഡെഫിനേഷൻ പ്രകാരം ഒരു കോൺട്രാക്റ്റിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് എഗ്രിമെന്റ്, ദെൻ എൻഫോഴ്സിബിലിറ്റി അറ്റ് ലോ. അപ്പോൾ എന്താണ് എഗ്രിമെന്റ്? സെക്ഷൻ 2 സബ്സെക്ഷൻ ഇയിലാണ് എന്താണ് എഗ്രിമെന്റ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ ഇ, എ പ്രോമിസ്, എവറി പ്രോമിസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിംഗ് ദ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ഈസ് എൻ എഗ്രിമെന്റ്. അപ്പോൾ എന്താണ് എഗ്രിമെന്റ്? എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി പ്രോമിസ്, എല്ലാ വാഗ്ദാനങ്ങളും. അപ്പോൾ എഗ്രിമെന്റിൽ എന്താണ് ഉൾപ്പെടുന്നത്? സെറ്റ് ഓഫ് പ്രോമിസസ് ആയിരിക്കും. ഒന്നുകിൽ ഒരു പ്രോമിസ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പ്രോമിസസ് ജോയിനിങ്. അതായത് ഇങ്ങനെ ഈ ഒരു സെറ്റ് ഓഫ് പ്രോമിസസ് ഉണ്ടാവുമ്പോൾ, ഒന്നിലധികം വാഗ്ദാനങ്ങൾ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഫോമിംഗ് ഇൻ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. ഒരു വാഗ്ദാനത്തിന് പകരം നമ്മൾ അങ്ങോട്ടും വാഗ്ദാനം നൽകുന്നുണ്ടാവും. ഒരു കാര്യം നമ്മളോട് ഇങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ അതിന് അങ്ങോട്ട് സമ്മതമാണ് എന്നോ സമ്മതമല്ല എന്നോ ഒക്കെ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൺസിഡറേഷൻ ആകുന്ന തരത്തിലുള്ള പ്രോമിസുകൾ,
അല്ലെങ്കിൽ സാധാരണ പ്രോമിസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. പ്രോമിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം അല്ലെങ്കിൽ ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഉറപ്പ് കൊടുക്കുകയാണ്. അതിനാണ് സാധാരണ നമ്മൾ പ്രോമിസ് എന്ന് പറയാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പ്രോമിസുകളാണ് എഗ്രിമെൻറ്റുകൾ. അപ്പോൾ ഒരു പ്രോമിസ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിങ് കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ, ഒരു പ്രോമിസിനുള്ള പ്രതിഫലമായി വേറൊരു പ്രോമിസ്, ആ രീതിയിൽ നമ്മൾ രൂപീകരിക്കുന്ന എഗ്രിമെൻറ്റിന് ചില എസെൻഷ്യൽസ് ഉണ്ട്. ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു വാഗ്ദാനം എഗ്രിമെൻ്റ് ആവണമെങ്കിൽ അവിടെ 3 എസെൻഷ്യൽസ് അത്യാവശ്യമാണ്. ഏറ്റവും ആദ്യമായി പറയുന്നത് there must be at least 2 parties. For forming an agreement, there must be the presence of at least 2 parties. ഒരു എഗ്രിമെൻ്റ് രൂപീകരിക്കപ്പെടണമെങ്കിൽ ചുരുങ്ങിയത് എത്ര പേര് വേണം? 2 പേര് വേണം. ഒരാൾ ഒരു കാര്യം പറയുന്നു, രണ്ടാമത്തെ ആൾ അത് സമ്മതിക്കുന്നു. അപ്പോൾ ചുരുങ്ങിയത് 2 പേരെങ്കിലും ഉണ്ടെങ്കിലേ നമ്മൾക്ക് എഗ്രിമെൻ്റ് രൂപീകരിക്കാൻ കഴിയുകയുള്ളൂ. ദെൻ രണ്ടാമതായി പറയുന്ന എസെൻഷ്യൽ കോൺസെൻസസ് ആഡ് ഐഡമാണ്. അതായത് അതിൻ്റെ ജനറൽ സിമ്പിൾ മീനിങ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡാണ്. മനസ്സുകളുടെ ഐക്യം അല്ലെങ്കിൽ ഒരുമ. ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ വി ആർ എക്സ്പ്ലെയിനിങ് സംതിങ് ടു അനദർ, ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം വേറൊരാളോട് പറയാം. ഇപ്പോൾ ഇവിടെ പ്രോമിസ് അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ആ പറയുന്ന കാര്യം ഇറ്റ് മസ്റ്റ് ബി അണ്ടർസ്റ്റാൻഡബിൾ ബൈ ദ അതർ പാർട്ടി ഇൻ ദ സെയിം സെൻസ് അറ്റ് ദ സെയിം ടൈം ഇൻ ദ സെയിം മീനിങ്. നമ്മൾ എന്ത് ചെയ്യണം? ഒരാൾ വേറൊരാളോട് ഒരു കാര്യം പറയുമ്പോൾ ആ കേൾക്കുന്ന ആൾ പറയുന്ന ആൾ ഉദ്ദേശിക്കുന്ന അതേ രീതിയിൽ ആ സമയത്ത് അത് മനസ്സിലാക്കണം. 2 പേരുടെയും മനസ്സുകൾ തമ്മിലൊരു ഐക്യം വേണം. ആദ്യത്തെ വ്യക്തി എന്താണോ പറയുന്നത് ആ പറയുന്ന കാര്യം അതേപോലെ ആയിരിക്കണം രണ്ടാമത്തെ വ്യക്തിയുടെ ഉള്ളിലുമുള്ളത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് വേറൊന്ന്, കേട്ട വ്യക്തി മനസ്സിലാക്കിയത് വേറൊന്നാണെങ്കിൽ അവിടെ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ഇല്ല. അപ്പോൾ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡോടുകൂടി രൂപീകരിക്കപ്പെടുന്ന പ്രോമിസുകളായിരിക്കണം എഗ്രിമെൻറ്റ്. അപ്പോൾ ഒരു പ്രോമിസ് എഗ്രിമെൻ്റ് ആവണമെങ്കിൽ അത് നൽകുന്ന വ്യക്തിയും അത് സ്വീകരിക്കുന്ന വ്യക്തിയും ആ കാര്യം ഒരേപോലെ ഒരേ സമയം മനസ്സിലാക്കിയിരിക്കണം. ഇൻ ദ സെയിം സെൻസ് അറ്റ് ദ സെയിം ടൈം. എഗ്രിമെൻറ്റിൻ്റെ എസെൻഷ്യൽസിലെ 3rd പോയിൻ്റാണ് പ്രോമിസ് ഓർ റെസിപ്രോക്കൽ പ്രോമിസസ്. എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പറഞ്ഞു വൺ പേഴ്സൺ ഓഫേഴ്സ് സംതിങ് ടു അനദർ. ഒരാൾ മറ്റൊരു വ്യക്തിയോട് എന്തെങ്കിലും ഒരു കാര്യം, ഒരു പ്രോമിസ് കൊടുക്കുകയാണ്, ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്. ഒരു കാര്യം ചെയ്തു തരാം അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ ചെയ്യില്ല എന്നുള്ള ഒരു വാഗ്ദാനം നൽകുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ദ അനദർ പാർട്ടി ആക്സെപ്റ്റ്സ് ദാറ്റ് ഓഫർ. അവരെന്ത് ചെയ്യണം? അത് സ്വീകരിക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയും ബിയും 2 വ്യക്തി. അപ്പോൾ അവർ എ എന്ന് പറയുന്ന ആൾ ബിയോട് പറയാണ് ഞാൻ നിനക്കൊരു വീട് നിർമ്മിച്ചു തരാം, ഐ വിൽ കൺസ്ട്രക്ട് എ ഹൗസ് ഫോർ യു. അപ്പോൾ ബി പറയാണ് ഐ വിൽ പേ ₹5 lakh. അപ്പോൾ 5 ലക്ഷം രൂപ അങ്ങോട്ട് തരാം. അപ്പോൾ എ എന്ന് പറയുന്ന വ്യക്തി ബിക്ക് ഇങ്ങോട്ടൊരു ഓഫർ കൊടുക്കുന്നു, ഞാൻ നിനക്കൊരു വീട് നിർമ്മിച്ചു തരാം. അതേ സമയം തന്നെ ബി തിരിച്ച് അങ്ങോട്ട് എന്ത് പറയുന്നു? ₹5 lakhൻ്റെ പേയ്മെൻറ്റ് നടത്താം. അപ്പോൾ ഒരു പ്രോമിസ് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ പകരം അങ്ങോട്ട് ഒരു പ്രോമിസ് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? റെസിപ്രോക്കൽ പ്രോമിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എഗ്രിമെൻറ്റിൽ പ്രോമിസ് ഉണ്ടായിരിക്കും, ചില സമയങ്ങളിൽ റെസിപ്രോക്കൽ പ്രോമിസുകളും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ മേ ബി പ്രസൻസ് ഓഫ് പ്രോമിസസ്. അവിടെ എന്തുണ്ട്? വാഗ്ദാനം നൽകലും ഉണ്ട്, രണ്ടാമത്തെ വ്യക്തി ആ വാഗ്ദാനം സ്വീകരിക്കുകയും വേണം. എ പേഴ്സൺ ഹു ഓഫേഴ്സ് സംതിങ് ആൻഡ് ദ അതർ പേഴ്സൺ റിസീവ്സ് സംതിങ്. അപ്പോൾ എഗ്രിമെൻറ്റിന് 3 എസെൻഷ്യൽസ് ആണുള്ളത്. ദർ മേ ബി അറ്റ്ലീസ്റ്റ് 2 പാർട്ടീസ്, ദർ മസ്റ്റ് ബി കോൺസെൻസസ് ആഡ് ഐഡം ആൻഡ് ദർ മേ ബി പ്രോമിസസ് ഓർ റെസിപ്രോക്കൽ പ്രോമിസസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കോൺട്രാക്ട് ഹാസ്
two parts. Contract equal to agreement plus enforceability at law ആണ്. A plus E ആണ് കോൺട്രാക്റ്റ് ആയി വരുന്നത്. എൻഫോഴ്സിബിലിറ്റി അറ്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദ എഗ്രിമെന്റ് മസ്റ്റ് ബി പ്രസന്റഡ് വിത്ത് വാലിഡിറ്റി ഇൻ ദ ഐസ് ഓഫ് ലോ. നമ്മൾ രൂപീകരിക്കുന്ന എഗ്രിമെൻറ്റിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്താണോ അത് നമ്മൾക്ക് കോടതിക്ക് മുന്നിൽ പറയുകയാണെങ്കിൽ അവിടെ വാലിഡിറ്റി കിട്ടുന്നതായിരിക്കണം, നിയമപ്രകാരമുള്ളതായിരിക്കണം. നിയമവിരുദ്ധമായ സബ്ജക്റ്റ് മാറ്ററുകളുള്ള എഗ്രിമെൻറ്റിന് കോർട്ടിൽ ഒരിക്കലും വാല്യൂ കിട്ടില്ല. അപ്പോൾ ഒരു എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് ആവണമെങ്കിൽ ആ എഗ്രിമെൻറ്റിന് എന്തുണ്ടായിരിക്കണം? എൻഫോഴ്സിബിലിറ്റി അറ്റ് ലോ, നിയമത്തിനു മുന്നിൽ വാല്യൂ ഉള്ളതായിരിക്കണം. അപ്പോൾ കോൺട്രാക്റ്റ് ഈക്വൽ ടു എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി അറ്റ് ലോ ആൻഡ് അറ്റ് ദി സെയിം ടൈം എഗ്രിമെൻറ്റ് ഈക്വൽ ടു O plus A ആണ്. ഓഫർ പ്ലസ് acceptance. One person promises something to other and the other receives that promise. ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം രണ്ടാമതൊരു വ്യക്തിക്ക് വാഗ്ദാനം ചെയ്യുന്നു, അതേസമയം തന്നെ രണ്ടാമത്തെ വ്യക്തി അത് അതേ മനസ്സിൽ, അതാണ് കോൺസെൻസസ് അതായത് ഇൻ ദ സെയിം സെൻസ് സെയിം മാനർ. അപ്പോൾ ആ വ്യക്തി അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഓഫറും ആക്സെപ്റ്റൻസും കൂടി വരുമ്പോഴാണ് എന്തായി മാറുന്നത്? എഗ്രിമെൻ്റായി മാറുന്നത്. ആ എഗ്രിമെൻറ്റിൻ്റെ കൂടെ എൻഫോഴ്സിബിലിറ്റി അറ്റ് ലോ കൂടി ചേരുമ്പോഴാണ് ആ എഗ്രിമെൻ്റ് ഒരു കോൺട്രാക്റ്റായി മാറുന്നത്. ബിസിനസ് ലോവിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ, ഇപ്പോൾ ഒരുപാട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ചു വന്ന ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് എ കോൺട്രാക്ട്? Explain the essential elements of a valid contract giving suitable example. ഇത് ജൂൺ 2022 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. ദെൻ ഡിസംബർ 2021 ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് ഡിസ്കസ് ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് വിത്ത് എക്സാമ്പിൾ. അപ്പോൾ ഈ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്റ്റ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇപ്പം നിങ്ങൾക്കറിയാം 20 മാർക്കിനാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ വാട്ട് ആർ ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എങ്കിലും ആദ്യം എന്തെഴുതണം? എന്താണ് ഒരു കോൺട്രാക്റ്റ് എന്ന് എഴുതണം. അപ്പം നമ്മൾ അതിൻ്റെ ഡെഫിനേഷൻ പഠിച്ചതാണ്. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് സെക്ഷൻ 2 സബ്സെക്ഷൻ H ആൾ എഗ്രിമെൻറ്റ്സ് എൻഫോഴ്സിബിൾ അറ്റ് ലോ ആർ കോൺട്രാക്റ്റ് എന്നുള്ളത് നമ്മൾ ഡെഫിനേഷൻ പഠിച്ചതാണ്. അപ്പോൾ എന്താണ് ഒരു കോൺട്രാക്റ്റ് എന്നുള്ളത് ആദ്യം എഴുതാം. ദെൻ അതിനുശേഷം കോൺട്രാക്റ്റ് ആക്ടിൻ്റെ ഇയറൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുക. അതിനുശേഷം മാത്രം എവിടേക്ക് നമ്മൾ എൻ്റർ ചെയ്യുക? എസെൻഷ്യൽ എലമെൻറ്റ്സിൽ എൻ്റർ ചെയ്യുക. പിന്നെ ഈ റെഗുലേഷൻസ് പേപ്പറുകളുടെ, അതായത് ലോ റിലേറ്റഡ് ആയ പേപ്പേഴ്സിൻ്റെ പ്രത്യേകത സാധാരണ പ്രോബ്ലം പേപ്പറിൻ്റെ പോലെ തന്നെയാണ്. സെക്ഷനുകൾ കാണാതെ പഠിക്കാൻ കഴിയുന്നത്രയും പഠിക്കാം. കാരണം സെക്ഷൻ എഴുതി കഴിഞ്ഞാൽ നന്നായി മാർക്ക് കിട്ടും. പക്ഷേ അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തെറ്റായി എഴുതിയാൽ എഴുതിയ ആൻസറിൻ്റെ മാർക്ക് കൂടി പോകും. അതായത് ഇപ്പോൾ നമ്മൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 2 എന്ന് പറഞ്ഞ് എഴുതുകയാണെങ്കിൽ ആ സെക്ഷൻ 2 പറയുന്ന കാര്യം മാത്രമേ എഴുതാവൂ. അതല്ലാതെ സെക്ഷൻ 2 എന്ന് പറഞ്ഞ് സെക്ഷൻ 6 മാറ്റർ ആണ് നമ്മൾ അവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ നോക്കുന്ന വ്യക്തി വിചാരിക്കും നമുക്ക് സെക്ഷൻ 2 അറിയില്ല, സെക്ഷൻ 6 അറിയില്ല. അപ്പോൾ അവിടെ ആൻസർ തെറ്റിപ്പോവും. അപ്പോൾ അറിയുമെങ്കിൽ സെക്ഷൻ കോട്ട് ചെയ്ത് ആൻസർ ചെയ്യാം, മാക്സിമം മാർക്ക് കിട്ടും. അല്ല, സംശയമുണ്ടെങ്കിൽ സെക്ഷൻ നമ്പർ എഴുതാൻ തന്നെ പോകരുത്. തെറ്റായി എഴുതി കഴിഞ്ഞാൽ ആൻസർ കറക്റ്റ് ആണെങ്കിൽ കൂടി സെക്ഷൻ തെറ്റാക്കിയതിൻ്റെ പേരിൽ നമ്മൾക്കതിൻ്റെ മാർക്ക് പോകും. അപ്പോൾ പരമാവധി ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനുകൾ നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ കോൺട്രാക്റ്റിൻ്റെ ഡെഫിനേഷൻ, എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്റ്റ്, അതേപോലെ ബെയിൽമെൻറ്റ്, പ്ലഡ്ജ്, അങ്ങനെ വരുന്ന ചില സ്പെഷ്യൽ കോൺട്രാക്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിൻ്റെയും സെക്ഷൻസ് നിങ്ങൾ കാണാതെ പഠിക്കുക. അറിയുമെങ്കിൽ മാത്രം സെക്ഷൻ വെച്ച് ആൻസർ ചെയ്യുക. സെക്ഷൻ വെച്ച് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വാട്ട് ഈസ് കോൺട്രാക്ട്?
വാട്ട് ആർ ഇറ്റ്സ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എന്നാണ് നിലവിൽ വന്നത്, അതിൻ്റെ ഇയർ, അതൊക്കെ എഴുതാം. ദെൻ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ എച്ച് പ്രകാരം എന്താണ് കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷൻ, അതും എഴുതാം. ദെൻ അതിൻ്റെ ശേഷമാണ് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞ് മെയിൻ ടോപ്പിക്കിലേക്ക് കടക്കേണ്ടത്. ഇപ്പോൾ വാട്ട് ഈസ് കോൺട്രാക്ട് എന്നും വാട്ട് ആർ എസെൻഷ്യൽസ് എന്ന് ചോദിച്ചാൽ 4-16 ആ റേഷ്യോയിലാണ് മാർക്ക് വരിക. 4 മാർക്ക് കോൺട്രാക്റ്റിനെ കുറിച്ച് എഴുതുന്നതിനും 16 മാർക്ക് എസെൻഷ്യൽ എലമെൻറ്റ്സ് എഴുതുന്നതിനും. എക്സാമ്പിൾസ് കോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും സിമ്പിളായ എക്സാമ്പിളുകൾ, നിങ്ങൾക്കറിയുന്ന എക്സാമ്പിൾ എഴുതിയാൽ മതി. ടെക്സ്റ്റിലുള്ള അതേ എക്സാമ്പിൾ തന്നെ പകർത്തണം എന്നൊന്നും ആവശ്യമില്ല. പക്ഷെ മീനിങ് കറക്റ്റ് ആയിരിക്കണം, നമ്മൾ ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. അപ്പോൾ എസെൻഷ്യൽസ് എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്ട് എന്ന് പറയുന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സെക്ഷൻ 10-ലാണ്. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ 10ാമത്തെ വകുപ്പിലാണ് വാട്ട് ആർ ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഈ സെക്ഷൻ ഓർമ്മിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. നമ്മുടെ എസെൻഷ്യൽസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ആലോചിക്കുക, സെക്ഷനും 10ആണ്, 10 എസെൻഷ്യൽസ് ആണുള്ളത്. ഒരു നിയമപ്രകാരമുള്ള കരാറായി മാറണമെങ്കിൽ ഒരു എഗ്രിമെൻറ്റിന് 10 വാലിഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ സെക്ഷനും 10 ആണ്, പോയിന്റുകളും 10 എണ്ണമാണ് വരുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 10 ദ വാലിഡ് എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്, അതായത് കോടതിക്ക് മുന്നിൽ വില കിട്ടുന്ന കോൺട്രാക്റ്റ് ആവണമെങ്കിലാണ് ഈ എസെൻഷ്യൽസ് വേണ്ടത്. അല്ലാതെയും ഒരുപാട് കരാറുകൾ നമ്മുടെ നാടുകളിൽ രൂപീകരിക്കപ്പെടുന്നുണ്ടായിരിക്കാം, പക്ഷെ അവയ്ക്കൊന്നും കോർട്ടിന് മുന്നിൽ നിയമസാധുത ലഭിക്കുകയില്ല. അപ്പോൾ വാലിഡ് കോൺട്രാക്റ്റ് ആവണമെങ്കിൽ സെക്ഷൻ 10 പ്രകാരം ഒരു കരാറിന് വേണ്ട പ്രധാന സവിശേഷതകൾ ഏറ്റവും ആദ്യമായി പറയുന്നത് there must be a valid offer and acceptance. ഒരു കരാറ് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻ്റ് കോൺട്രാക്റ്റ് ആയി മാറണമെങ്കിൽ അവിടെ ഏറ്റവും ആദ്യം വേണ്ടത് നിയമപ്രകാരമുള്ള ഒരു ഓഫറും നിയമപ്രകാരമുള്ള ആക്സെപ്റ്റൻസുമാണ്. പലതരം ഓഫറുകൾ ആർക്ക് വേണമെങ്കിൽ നൽകാം, പക്ഷേ കോടതിക്ക് മുന്നിൽ വിലയുള്ള ഓഫറുകൾ മാത്രമേ കരാറിൻ്റെ കീഴിൽ വരികയുള്ളൂ. അപ്പോൾ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം വേറൊരു വ്യക്തിയോട് വാഗ്ദാനം ചെയ്യുന്നു, ആ വാഗ്ദാനം രണ്ടാമത്തെ വ്യക്തി സ്വീകരിക്കുന്നു. അതിൽ ആ ഓഫറിലോ ആക്സെപ്റ്റൻസിലോ നിയമപ്രകാരമുള്ളതല്ലാത്ത ഒരു കാര്യവും പാടില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നത് എ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതായിരുന്നു. ഇപ്പോൾ എ എന്ന് പറയുന്ന വ്യക്തി, ബി എന്ന് പറയുന്ന വ്യക്തി, 2 പേരുണ്ട്. എ ബിയോട് പറയാണ്, ഞാൻ നിനക്ക് നല്ലൊരു ഹൗസ് കൺസ്ട്രക്ട് ചെയ്ത് തരാം. അപ്പോൾ എ ഓഫേഴ്സ് ടു ബി ടു കൺസ്ട്രക്ട് എ ഹൗസ് ഫോർ ഹിം and B accept the offer by saying that he will pay rupees 10 lakh. B അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ശരി, നീ എനിക്ക് വീട് നിർമ്മിച്ച് തന്നു, പകരം ഞാൻ നിനക്ക് എന്ത് തരാം? 10 ലക്ഷം രൂപ തരാം. അപ്പോൾ ഇവിടെ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമില്ല. നമ്മുടെ എഗ്രിമെൻറ്റിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷനാണ്. ആ വീടിൻ്റെ കൺസ്ട്രക്ഷനും അതിനുവേണ്ടി സെക്കൻഡ് പാർട്ടി നൽകുന്ന പേയ്മെൻറ്റും, അവിടെ ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യവുമില്ല. അവിടെ ലോഫുൾ ഓഫറും ലോഫുൾ ആക്സെപ്റ്റൻസുമാണ്. അതുകൊണ്ട് തന്നെ ഈ കരാറിന് കോടതിക്ക് മുന്നിൽ വില കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു എലമെൻ്റ് ഇപ്പോൾ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ, ഇനി ബാക്കി എല്ലാ എലമെൻറ്റ്സും നോക്കണം. അതെല്ലാം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ കോർട്ടിന് മുന്നിൽ വാല്യൂ കിട്ടും. ദെൻ രണ്ടാമത്തെ എസെൻഷ്യൽ ആയിട്ട് പറയുന്നത് there must be an intention to create ലീഗൽ റിലേഷൻഷിപ്പ്. ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന 2 വ്യക്തികളുടെയും ഉദ്ദേശം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ടു ക്രിയേറ്റ് എ ലീഗൽ റിലേഷൻഷിപ്പ്, നിയമത്തിന് മുന്നിൽ പറയാൻ കഴിയുന്ന ഒരു റിലേഷൻ, അതായത് നിയമപ്രകാരമുള്ള ഒരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം ഇവരുടെ ലക്ഷ്യം. അതായത് ഇപ്പോൾ ഒരു കടയിൽ കുറേ ഫാൻസി ഐറ്റംസ് അല്ലെങ്കിൽ കുറേ കോസ്മെറ്റിക്സ് ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വിൽക്കാനിരിക്കുന്ന ആളുടെ ഉദ്ദേശം ഈ പ്രോഡക്റ്റ് വിൽക്കുക എന്നുള്ളതാണ്. അവിടെ പൈസ കൊടുത്ത് ആ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ഒരാളുടെ ഉദ്ദേശം ആ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വരുന്ന ഒരു റിലേഷൻ
ബയർ ആൻഡ് സെല്ലർ എന്നുള്ള റിലേഷനാണ്. അപ്പോൾ ഒരു എഗ്രിമെൻ്റ് കോൺട്രാക്റ്റായി മാറണമെങ്കിൽ അതിലേർപ്പെടുന്ന വ്യക്തികൾ തമ്മിൽ പറയാൻ നിയമപ്രകാരമുള്ള ഒരു റിലേഷൻ വേണം. അതല്ലാതെ ഇപ്പം നമ്മുടെ ഫ്രണ്ട് ആരെങ്കിലും ഒരാൾ നമ്മുടെ കടയിലേക്ക് യാദൃശ്ചികമായി വന്നു, അവർ വിസിറ്റ് ചെയ്തതാണ്, വെറുതെ നമ്മുടെ കട കാണാൻ വന്നു, അപ്പോൾ നമ്മൾ ഗിഫ്റ്റായിട്ട് ഒരു എന്തെങ്കിലും ഒരു പെർഫ്യൂമോ എന്തെങ്കിലും അവർക്ക് നൽകി എന്ന് വിചാരിക്കാം. അതൊരിക്കലും അവിടെ സെയിൽസ് അല്ല. വി ആർ ഗിവിങ് ദാറ്റ് തിങ് ടു അവർ ഫ്രണ്ട് ഓൺലി ബിക്കോസ് ഓഫ് ലവ്. നമുക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ ആ സമ്മാനം കൊടുത്തത്. അപ്പോൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ളതോ ആയ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് വരുന്ന എഗ്രിമെൻറ്റ്സ് ഒന്നും ഏതിന് കീഴിൽ വരില്ല? കോൺട്രാക്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരില്ല. അപ്പോൾ ഇൻ ഓർഡർ ടു ക്രിയേറ്റ് എ കോൺട്രാക്ട് ദ എൻറ്ററിംഗ് പാർട്ടീസ് മസ്റ്റ് ഹാവ് ആൻ ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻ. അപ്പോൾ ഒരു കരാറാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അതിലേർപ്പെടുന്ന വ്യക്തികളുടെ ഉള്ളിലുണ്ടായിരിക്കേണ്ട ഉദ്ദേശം എന്തായിരിക്കണം? നിയമപ്രകാരമുള്ള ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് അത് ബയർ ആൻഡ് സെല്ലർ എന്നുള്ള റിലേഷൻ ആവാം, അല്ലെങ്കിൽ ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ എന്നുള്ളതാവാം, അല്ലെങ്കിൽ ഹയർ പർച്ചേസർ ഹയർ വെണ്ടർ, അങ്ങനെ ഏത് തരത്തിലുള്ളതോ ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഏജന്റ് പ്രിൻസിപ്പാല്, ഇൻഡംനിഫയർ ഇൻഡംനിഫൈഡ്, പ്ലഡ്ജർ പ്ലഡ്ജി, ഏത് രീതിയിലുള്ള റിലേഷനും ആവാം. പക്ഷേ അത് നിയമത്തിനു മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാവുന്നതായിരിക്കണം. അപ്പോൾ രണ്ടാമത്തെ എസെൻഷ്യൽ എലമെൻ്റ് ആയിട്ട് പറഞ്ഞത് എന്താണ്? ലീഗൽ റിലേഷൻഷിപ്പിനെ അടിസ്ഥാനമാക്കിയുള്ള കരാറുകൾ മാത്രമേ വാലിഡ് കോൺട്രാക്റ്റ് ആവൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ മോൻ്റെയോ മോളുടെയോ പിറന്നാളാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെയൊക്കെ സദ്യ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഇൻവിറ്റേഷൻ ഫോർ എ ബർത്ത്ഡേ പാർട്ടി അതൊരിക്കലും എന്താവില്ല, ഒരു ലീഗൽ ഓഫറോ അല്ലെങ്കിൽ ഒരു ലോഫുൾ കോൺട്രാക്റ്റോ ആയി മാറില്ല. കാരണം അതൊരു ഡൊമസ്റ്റിക് പാർട്ടിയാണ്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പിനെ അടിസ്ഥാനമാക്കി ലവിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന എഗ്രിമെൻറ്റ്സ് ഒക്കെയാണ്. അതൊന്നും കോൺട്രാക്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിക്ക് കീഴിൽ വരില്ല. നിയമത്തിന് മുന്നിൽ നമ്മൾക്ക് അവിടെ ഒരു ലീഗൽ റിലേഷൻ ഒന്നും പറയാൻ കഴിയില്ല. ദെൻ അടുത്തതായി പറയുന്നതാണ് ലോഫുൾ കൺസിഡറേഷൻ. കൺസിഡറേഷൻ വേണം. ഓരോ കോൺട്രാക്റ്റും രൂപീകരിക്കുമ്പോഴും അവിടെ ഒരു കൺസിഡറേഷൻ ഉണ്ടാവും. കൺസിഡറേഷൻ സിംപ്ലി മീൻസ് സംതിങ് ഇൻ റിട്ടേൺ, എന്തെങ്കിലും ഒന്ന് പകരം കൊടുക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസിഡറേഷൻ എന്ന് പറയുന്നത്. സംതിങ് ഇൻ റിട്ടേൺ, നമ്മൾക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു കാര്യം ലഭിക്കുമ്പോൾ പകരം അങ്ങോട്ട് നമ്മൾ എന്തെങ്കിലും കൊടുക്കുക, അതിനെയാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോൺട്രാക്റ്റിലുള്ള കൺസിഡറേഷൻസ് എല്ലായ്പ്പോഴും എന്തായിരിക്കണം? ലോഫുൾ കൺസിഡറേഷൻ ആണ്. ഇപ്പോൾ നമ്മളൊരു കടയിൽ പോയിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ പകരം നമ്മൾ അതിൻ്റെ പ്രൈസാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അത് ക്യാഷ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ ചെക്കായിട്ടോ ഗൂഗിൾ പേ ആയിട്ടോ എങ്ങനെയാണെങ്കിലും നമ്മൾ ലീഗലി അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നു. അതല്ലാതെ ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിയോട് പറയാണ്, ഞാൻ നിനക്ക് എന്തെങ്കിലും ഒരു വസ്തു, ഇപ്പോൾ ഒരു ടി വി നിനക്ക് തരാം. ഇയാൾ ഒരു ടി വി ഷോറൂം നടത്തുന്ന ആളാണ്. അപ്പോൾ ആ ഒരു ടി വി നിനക്ക് തരാം, പകരം നീ എനിക്ക് കുറച്ച് മയക്കുമരുന്ന് തന്നാൽ മതി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എൻ്റെ കള്ളനോട്ട് വെളുപ്പിച്ച് തന്നാൽ മതി. ആ രീതിയിലുള്ള നിയമപ്രകാരം അല്ലാതെ, അപ്പോൾ ആ രണ്ടാമത്തെ വ്യക്തി അത് സമ്മതിക്കുകയും ചെയ്യണം. ആ ശരി ഞാൻ ചെയ്യാം, കുറച്ച് MDMA കൊണ്ടുവന്ന് തരാം, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിയമവിരുദ്ധമായിട്ടുള്ള കാര്യം സമ്മതിക്കാം. അപ്പോൾ അവിടെ കൺസിഡറേഷൻ ഉണ്ട്. ടി വി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, പകരം ഇങ്ങോട്ട് എന്തോ ഒരു മയക്കുമരുന്നും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൺസിഡറേഷൻ ഉണ്ട്, സംതിങ് ഇൻ റിട്ടേൺ ഉണ്ട്. പക്ഷെ അതെന്തല്ല? ലോഫുൾ കൺസിഡറേഷൻ അല്ല. അപ്പോൾ ഒരിക്കലും നമ്മൾക്കത് കോടതിക്ക് മുന്നിൽ വാലിഡ് ആവില്ല. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻ്റ് വാലിഡ് കോൺട്രാക്റ്റ് ആവണമെങ്കിൽ ആ കോൺട്രാക്റ്റിൽ പറയുന്ന കൺസിഡറേഷൻ ലീഗലായിരിക്കണം. ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിളിൽ നോക്കി നോക്കൂ, ഒരാൾ അങ്ങോട്ടൊരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നു, പകരം അദ്ദേഹം ഇങ്ങോട്ട് 10 ലക്ഷം രൂപ കൊടുക്കുന്നു. അവിടെ നിയമവിരുദ്ധമായിട്ട് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ നിയമപ്രകാരമുള്ള കൺസിഡറേഷൻ മാത്രമേ വാലിഡ് കോൺട്രാക്റ്റ് ഫോർമേഷന് വേണ്ടി കൺസിഡർ ചെയ്യപ്പെടുകയുള്ളൂ. ദെൻ അടുത്തതായി പറയുന്നത് നാലാമത്തെ എസെൻഷ്യൽ എന്ന് പറയുന്നത് ഫ്രീ കൺസെൻ്റ് ആണ്.
സ്വതന്ത്ര സമ്മതം. ഇപ്പം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് എലമെൻറ്റിൽ പറഞ്ഞു ഒരു വ്യക്തി ഒരു ഓഫർ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ആ വ്യക്തി ഇങ്ങോട്ട് അത് സ്വീകരിക്കണം. ഓഫർ സ്വീകരിച്ചാണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരാൾ, ഈ എസെൻഷ്യൽ എലമെൻറ്റ് എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ എന്നാണ് നിങ്ങളോട് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ അതിന് സ്യൂട്ടബിൾ ആയ എക്സാമ്പിൾ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. പക്ഷേ നമ്മുടെ കൺസെപ്റ്റ് ക്ലിയർ ആയ ലീഗലി വാലിഡ് ആയ രീതിയിലുള്ള എക്സാമ്പിളുകളായിരിക്കണം. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ആള് വൈ എന്ന് പറയുന്ന ആളുടെ വീട് വാങ്ങിക്കാൻ, എക്സ് decides to purchase the house of Y and he offers rupees 40 lakh for that house. അപ്പോൾ എക്സ് വൈയുടെ വീട്, വൈ വീട് വിൽക്കാനുണ്ട് എന്നൊരു പരസ്യം വെച്ചു. അപ്പോൾ എക്സ് ഓഫർ ചെയ്യാണ് 40 ലക്ഷം രൂപയ്ക്ക് ഞാൻ നിന്റെ വീട് വാങ്ങിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കോൺട്രാക്റ്റ് ആയി മാറണമെങ്കിൽ ഇപ്പോൾ എക്സ് ഒരു ഓഫർ അങ്ങോട്ട് കൊടുത്തു, ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ് ഉണ്ടെങ്കിലേ കോൺട്രാക്റ്റ് ആവുള്ളൂ. അപ്പോൾ എക്സ് ഒരു ഓഫർ കൊടുത്തു 40 ലക്ഷം രൂപയ്ക്ക് ഞാൻ നിന്റെ വീട് വാങ്ങിക്കാം. അതിന് വൈ സമ്മതിക്കണം, ഓക്കെ പറയണം. അപ്പോൾ ഇവിടെ വൈക്ക് അത് സമ്മതമല്ല എന്ന് വിചാരിക്കാം. അപ്പോൾ എക്സ് എന്ത് ചെയ്യാണ്? ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. നീ ആ വീട് 40 ലക്ഷം രൂപയ്ക്ക് എനിക്ക് തന്നിട്ടില്ലെങ്കിൽ ഞാൻ നിൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ ബിസിനസ്സിൽ എന്തെങ്കിലും തരത്തിൽ ബിസിനസ്സിനെയൊക്കെ വിപരീതമായി ബാധിക്കുന്ന എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ നീ ഇത് പുറത്ത് പറഞ്ഞാൽ നിന്നെ ഞാൻ ഫിസിക്കലി ഉപദ്രവിക്കും, നീ എനിക്ക് ഈ 40 ലക്ഷം രൂപയ്ക്ക് വീട് തന്നില്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഭീഷണിയൊക്കെ പെടുത്തിയിട്ട് വൈ സമ്മതിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ വിൽപ്പനയൊക്കെ നടക്കും. എക്സ് ആ വീട് വാങ്ങിക്കും, വൈ 40 ലക്ഷം വാങ്ങി ഒപ്പിട്ട് കൊടുക്കുക ചെയ്യും. പക്ഷേ വൈ എപ്പോഴെങ്കിലും കോടതിയിൽ ചെന്ന് പറയുകയാണ്, എൻ്റെ സമ്മതം സ്വതന്ത്ര സമ്മതമായിരുന്നില്ല, എനിക്ക് ത്രട്ടണിങ് ഉണ്ടായിരുന്നു, എന്നെ ഭീഷണിപ്പെടുത്തിയാണ് ഞാൻ സമ്മതിച്ചത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരാറ് ക്യാൻസൽ ആവും. അപ്പോൾ ഒരിക്കലും ഒരു വ്യക്തിയുടെ സമ്മതം ഭീഷണി മൂലമോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വേറൊരാളെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവമുള്ള എന്തെങ്കിലും ഒഫൻസുകൾ നടത്തിയോ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മറ്റൊരു വ്യക്തിയുടെ സമ്മതം വാങ്ങിക്കാൻ പാടില്ല. അങ്ങനെയാണ് സമ്മതം ലഭിച്ചിട്ടുള്ളതെങ്കിൽ അത്തരം കരാറുകൾക്ക് ലീഗൽ വാലിഡിറ്റി ഉണ്ടായിരിക്കില്ല. അപ്പോൾ ലീഗൽ വാലിഡിറ്റി കിട്ടണമെങ്കിൽ കോൺട്രാക്റ്റിൽ ഓഫർ സ്വീകരിക്കുന്ന വ്യക്തി, അതായത് ആക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തി നൽകുന്ന സമ്മതം ഫ്രീ കൺസെൻ്റ് ആയിരിക്കണം, സ്വതന്ത്ര സമ്മതമായിരിക്കണം. ഇറ്റ് മസ്റ്റ് നോട്ട് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ എനി ടൈപ്പ് ഓഫ് ത്രെട്ട് ഓർ ഇൻഫ്ലുവൻസിങ് എക്സെട്ര. കൊയേർഷൻ, ഇപ്പം നമ്മൾ സമ്മർദ്ദം ചെലുത്തിയിട്ടൊക്കെ സമ്മതം വാങ്ങിക്കും, ആ രീതിയിലുള്ള സമ്മതമൊന്നും ആവരുത്. ഭീഷണിപ്പെടുത്തൽ പാടില്ല, സ്വാധീനിക്കൽ പാടില്ല, സമ്മർദ്ദം ചെലുത്തൽ പാടില്ല. സ്വതന്ത്രമായി ആ വ്യക്തി സമ്മതിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലേ നമ്മൾ അതിനെ എന്തായി കണക്കാക്കുകയുള്ളൂ? വാലിഡ് കോൺട്രാക്റ്റായി കണക്കാക്കുകയുള്ളൂ. അപ്പോൾ ഒരു വാലിഡ് കോൺട്രാക്റ്റിൻ്റെ ഫസ്റ്റ് 4 എസെൻഷ്യലാണ് നമ്മൾ പറഞ്ഞത്. 1 ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്, 2 ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്, 3 ലോഫുൾ കൺസിഡറേഷൻ ആൻഡ് 4 ഫ്രീ കൺസെൻറ്റ്. എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്റ്റിൽ 5ാമത്തെ പോയിൻ്റാണ് capacity of parties. According to Indian Contract Act, the persons who attained the age of majority, having sound mind and not disqualified by any law, can create contract. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ പറയുന്നത് മേജറായ വ്യക്തികൾ, മെജോറിറ്റി ഏജിൽ മെജോറിറ്റി കൈവരിച്ച വ്യക്തികൾ, മേജറായ വ്യക്തികൾക്കും ഹാവിങ് സൗണ്ട് മൈൻഡ്, മാനസിക സ്ഥിരത ഉള്ള വ്യക്തികൾക്കും മറ്റ് നിയമങ്ങൾ അയോഗ്യനല്ല, അതായത് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ, മറ്റ് നിയമങ്ങൾ പ്രകാരം അയോഗ്യരാക്കപ്പെടാത്ത വ്യക്തികളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ കോൺട്രാക്റ്റുകളിൽ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ.
അപ്പോൾ ഈ 3 ക്വാളിഫിക്കേഷനും ഇല്ലാത്ത വ്യക്തികൾക്ക് ഒരിക്കലും കരാറുകളിൽ ഏർപ്പെടാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മൈനേഴ്സ്. ദാറ്റ് മീൻസ് ദ പേഴ്സൺസ് ഹൂ ഹാവ് നോട്ട് അറ്റൈൻഡ് ദ ഏജ് ഓഫ് മെജോറിറ്റി. നമ്മൾക്കറിയാം 18 വയസ്സ് സാധാരണയായി ഒരു വ്യക്തി മേജറായി എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? 18 വയസ്സ് പൂർത്തീകരിക്കുമ്പോൾ. അപ്പോൾ 18 വയസ്സാവാത്ത ആർക്കും, 18 വയസ്സാവാത്തവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈനർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ മൈനേഴ്സിന് ഒരിക്കലും സാധിക്കുകയില്ല. അപ്പോൾ 18 വയസ്സ് പൂർത്തീകരിച്ച ആളുകൾക്ക് മാത്രമേ ലീഗലി വാലിഡായ കോൺട്രാക്ട്സിൽ എൻ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ മൈനർമാരാണെങ്കിൽ ഒരു കരാറിൻ്റെ ഒരു ഭാഗത്ത് വരുന്നത് ഒരു പാർട്ടി എന്ന് പറയുന്നത് മൈനർ ആണെങ്കിൽ അത്തരം കരാറുകൾക്ക് ലീഗലി വാലിഡിറ്റി ഇല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി, കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എന്ന് പറഞ്ഞ് അതിന് എക്സാമ്പിൾ എഴുതുമ്പോൾ നമ്മൾ എഴുതേണ്ടത് ഇഫ് എനി പേഴ്സൺ ക്രിയേറ്റിംഗ് ആൻ അഗ്രിമെൻറ്റ് വിത്ത് എ ചൈൽഡ്, അതായത് 18 വയസ്സ് പൂർത്തിയാവാത്ത ഒരു കുട്ടിയുമായി നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള കരാറുകളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ കരാറിന് ഒരിക്കലും ലീഗൽ വാലിഡിറ്റി കിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ലീഗൽ പ്രൊട്ടക്ഷൻ ലഭിക്കില്ല. ദെൻ രണ്ടാമതായി പറയുന്നത് അൺസൗണ്ട് മൈൻഡാണ്. മാനസിക സ്ഥിരതയില്ലാത്ത ആളുകൾ. അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ബി ഡ്യൂ ടു ബർത്ത്, ജനറ്റിക്കൽ റീസൺസ് കൊണ്ടുവരാം. ചില വ്യക്തികൾക്ക് ജന്മനാ തന്നെ ബുദ്ധിക്ക് ചിലപ്പോൾ കുറച്ചൊരു സ്വാഭാവികമായിട്ട് സാധാരണക്കാർക്കുള്ള അത്ര സ്ഥിരത ഇല്ല എന്ന് വരാം. അതല്ലെങ്കിൽ ടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടോ നമ്മുടെ മാനസികമായിട്ടുള്ള സ്ഥിരതയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടവരാവാം. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും മാനസിക സ്ഥിരത ഇല്ലാത്ത ആളുകൾ, ഇപ്പോൾ ഇഡിയറ്റ്സ്, മണ്ടന്മാർ, ഇഡിയറ്റ്സ്, ലുനാറ്റിക്സ്, ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺസ്, ഡ്രങ്കാർഡ്സ്, അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ കാറ്റഗറിയിൽ വരിക. കള്ളുകുടിയന്മാർ, സ്ഥിരമായി മദ്യപിക്കുന്ന മദ്യപാനികൾ. അവർക്ക് ആ മദ്യപിക്കുന്ന സമയത്ത് അവരെന്ത് കരാറിലാണ് ഏർപ്പെട്ടത്, അവരെന്തിനൊക്കെയാണ് സമ്മതിച്ചതെന്നൊന്നും അവരൊരു ബോധത്തിൽ, സുബോധത്തിലല്ല സമ്മതിക്കുന്നത്. അപ്പോൾ സ്ഥിരമായ മദ്യപാനികൾ അല്ലെങ്കിൽ ലുനാറ്റിക്സ് ആയ ആളുകൾ ലൂസിഡ് ഇൻ്റർവെൽസിൽ ചില സമയത്ത് ചിലപ്പോൾ അവർക്ക് ബുദ്ധിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ചില സമയത്ത് അവർക്ക് മാനസികമായ സ്ഥിരത ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾ, അതുമല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, അങ്ങനെയുള്ള വ്യക്തികൾക്കൊന്നും കരാറുകളിൽ ലീഗലി വാലിഡ് കോൺട്രാക്ട്സിൽ എൻ്റർ ചെയ്യാനുള്ള അവകാശമില്ല. ദെൻ മൂന്നാമതായി പറയുന്നത് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. ചില വ്യക്തികളെ നിയമം തന്നെ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് ഈ കരാറിൽ ഏർപ്പെടാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ചില കരാറുകൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൺവിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ, നിയമപ്രകാരം വിചാരണ നേരിടുന്ന കുറ്റവാളികൾ, അവർ ഇന്നസെൻ്റ് ആണ്, അവർക്ക് കുറ്റം അവർ ചെയ്തിട്ടില്ല, നിരപരാധിയാണ് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് കരാറിൽ ഏർപ്പെടാം. പക്ഷേ വിചാരണ നേരിട്ട് കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അത്തരം വ്യക്തികൾക്ക്, കുറ്റാരോപിതരായവർക്കൊന്നും കരാറുകളിൽ ഏർപ്പെടാൻ പാടില്ല. പിന്നെ നിയമപ്രകാരം കഠിന തടവിനൊക്കെ ശിക്ഷിക്കപ്പെട്ട് എന്തെങ്കിലും ക്രിമിനൽ കുറ്റങ്ങളൊക്കെ ചെയ്ത് ശിക്ഷിക്കപ്പെട്ട് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്കും കരാറുകളിൽ ഏർപ്പെടാൻ പാടില്ല. പിന്നെ ചില പ്രത്യേക കരാറുകളിൽ ഇന്ന വ്യക്തികൾ ഇതിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിയമം തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത്തരം കരാറുകളിലൊന്നും ആ നിയമം ഡിസ്ക്വാളിഫൈഡ് ആക്കിയ വ്യക്തികൾക്ക് എൻ്റർ ചെയ്യാൻ പാടില്ല. ദെൻ അടുത്തതായി പറയുന്നത്, അടുത്ത ലീഗൽ എസെൻഷ്യൽ എന്ന് പറയുന്നത് ലോഫുൾ ഒബ്ജക്റ്റ് ആണ്. ആറാമത്തെ എസെൻഷ്യൽ എലമെൻ്റ് ആണ് ലോഫുൾ ഒബ്ജക്റ്റ്. നമ്മുടെ കരാറിൻ്റെ ലക്ഷ്യം, ഓരോ കോൺട്രാക്റ്റ് രൂപീകരിക്കുമ്പോഴും അതിലൊരു സബ്ജക്റ്റ് മാറ്റർ ഉണ്ടാവും, അതിനൊരു ലക്ഷ്യമുണ്ടാവും. ആ ലക്ഷ്യം എല്ലായ്പ്പോഴും എന്തായിരിക്കണം? നിയമപ്രകാരം ഉള്ളതായിരിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സും വൈയും കൂടെ ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. നമ്മൾക്കൊരു ഷെഡ്, നമ്മൾക്കൊരു വീട് പോലെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാം, എന്നിട്ട് അവിടെ ചീട്ട് കളിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അവിടെ വ്യാജച്ചാരായം നിർമ്മിക്കാൻ വേണ്ടി നമുക്കത് വാടകയ്ക്ക് കൊടുക്കാം. അങ്ങനെയൊക്കെ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ എഗ്രിമെൻറ്റിൽ ഏർപ്പെടാം, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ അതൊരിക്കലും ലീഗൽ കോൺട്രാക്റ്റ് ആവില്ല.
if the object of any contract is immoral or illegal or against public policy, they are void. അതായത് ഏതെങ്കിലും ഒരു കരാറ് ഇമ്മോറൽ ആയിട്ടുള്ളതോ സദാചാര വിരുദ്ധമായതോ ഇല്ലീഗൽ ആയിട്ടുള്ളതോ നിയമവിരുദ്ധമായതോ എഗെയിൻസ്റ്റ് പബ്ലിക് പോളിസി പൊതുജന താല്പര്യത്തിന് എതിരായിട്ടുള്ളതോ ആയ ലക്ഷ്യങ്ങളോടുകൂടി രൂപീകരിക്കപ്പെടുന്ന കരാറുകൾക്ക് കോടതിക്ക് മുന്നിൽ വാലിഡിറ്റി ഇല്ല. അപ്പം നമ്മൾ രൂപീകരിക്കുന്ന കോൺട്രാക്റ്റ് വാലിഡ് ആവണമെങ്കിൽ അതിൻ്റെ ലക്ഷ്യം നിയമപ്രകാരമുള്ളതായിരിക്കണം. ഒരിക്കലും വേറൊരാളെ ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ ഇന്ത്യൻ നിയമങ്ങളെ എതിർക്കാനോ ഇന്ത്യയുടെ പരമാധികാരത്തെ എതിർക്കാനോ നമ്മുടെ പൊതുജന താല്പര്യത്തിന് എതിരായി പ്രവർത്തിക്കാനോ വേണ്ടിയൊന്നും കരാറുകൾ രൂപീകരിക്കരുത്. അത്തരം എഗ്രിമെൻറ്റ്സിന് അത്തരം കോൺട്രാക്ട്സിനൊന്നും ലീഗൽ വാലിഡിറ്റി ലഭിക്കില്ല. ദെൻ അടുത്തതായി പറയുന്നത് 7ാമത്തെ എസെൻഷ്യൽ